ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപെക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് MG മോട്ടോർ ഇന്ത്യയെ പറ്റിയുള്ള അവരുടെ ഒരു സെയിൽസ് സ്റ്റഡി പോലത്തെ ഒരു വീഡിയോ ആണ്. നമ്മൾ ഇതിന് മുന്നേ ഇത് സിട്രോൻ്റെ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ വണ്ടികളുടെയൊക്കെ സെയിൽ വെച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്തും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എന്നാൽ ഇവരെ പറ്റി നമ്മളിപ്പോൾ എന്തിനാണ് പറയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുമായിരിക്കും. സംഭവം വളരെ സിമ്പിളാണ്. 2019 ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു കമ്പനിയായിരുന്നു ഇന്ത്യയിൽ. അല്ലാതെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒറിജിനലി ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ SAIC സായിക് മോട്ടോർ കോർപ്പറേഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ഇതൊരു ചൈനീസ് കമ്പനിയായി മാറിയത്. ഇപ്പോൾ എന്തായാലും ബ്രിട്ടീഷ് MG ആയിട്ട് ഇതിനൊരു ബന്ധമില്ല. കംപ്ലീറ്റ് ചൈനീസ് പ്രൊഡക്ട്സ് തന്നെയാണ് ഇവർ ഇന്ത്യയിലും അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്തൊക്കെ MG ചൈനീസ് കമ്പനിയാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ തിരുത്താൻ വരാറുണ്ട്. സംഭവം ശരിയാണ്, MG ചൈനീസ് കമ്പനി അല്ല. പക്ഷേ ടെക്നിക്കലി ഇപ്പോൾ ചൈനീസ് വണ്ടികളാണ് വിൽക്കുന്നതെന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് ചൈനീസ് കമ്പനി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ചൈനയിലുള്ള മിക്ക കമ്പനികളുടെയും വണ്ടികളെടുത്ത് റീബാഡ് ചെയ്തിട്ട് തന്നെയാണ് MG ഇന്ത്യയിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു മോശം കാര്യമാണ്? ഒരിക്കലുമല്ല. നമുക്കതൊരു മോശം കാര്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല വാല്യൂ ഫോണി ആയിട്ടുള്ള നല്ല പാക്കേജിംഗ് ഉള്ള അതുപോലെ അത്യാവശ്യം പവറും എഫിഷ്യൻസിയൊക്കെയുള്ള വണ്ടികളാണ് നമുക്ക് ഇന്ത്യയിൽ വേണ്ടത്. മെയിനായിട്ട് ഇന്ത്യക്കാർ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വാല്യൂ ഫോണി ആയിട്ടുള്ള വണ്ടികളാണ്. അല്ലാതെ ഇപ്പോൾ ഒരു വണ്ടി ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഇല്ലാതെ ഒരു ബേസിക് ആയിട്ടുള്ള റേഞ്ചിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കുറഞ്ഞ പ്രൈസിൽ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് സിട്രോയിൻ. അങ്ങനത്തെ ബ്രാൻഡുകളൊന്നും ഇന്ത്യയിൽ അങ്ങനെ സർവൈവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര ഹൈ പ്രൈസ് പോയിന്റിൽ നല്ല പ്രീമിയം വണ്ടി അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വെച്ച് ഇറക്കിയാലും ചിലപ്പോൾ ഇന്ത്യക്കാർ വാങ്ങിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതേസമയം ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ മഹീന്ദ്രയൊക്കെ ചെയ്യുന്ന പോലെ നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളും നല്ല പവറുള്ള വണ്ടികളും ഒക്കെ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസിൽ അല്ലെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ ഇറക്കുകയാണെങ്കിൽ ആൾക്കാർ എന്തായാലും ഇത് വാങ്ങും. കാരണം അവർ നോക്കുന്ന സമയത്ത് വണ്ടിയിൽ അവരൊരു വാല്യൂ കാണുന്നുണ്ട്. അങ്ങനത്തെ വണ്ടികളും അതുപോലെ കമ്പനികളുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്. ഇവർ 2019 MGയുടെ ഹെക്ടറുമായിട്ട് വന്ന സമയത്ത് അങ്ങനെ അത്ര വലിയ സെയിൽസ് സക്സസ് ഒന്നും അല്ലായിരുന്നു. ഡീസൻ്റ് ആയിട്ടുള്ള സെയിൽസ് ഇവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ സാഹചര്യം അങ്ങനെയല്ല. പണ്ട് അവർ പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ ആയിട്ട് വന്നതാണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറി. MGയുടെ ഫോക്കസ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം ഗ്ലോബലി ചൈന എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കമ്പനിയാണ് എന്ന് തന്നെ പറയാം. ടെസ്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കുന്നത് BYD ആണ്. അത് മാത്രമല്ല ചൈനയിൽ തന്നെ ഇഷ്ടംപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്റ്റാർട്ടപ്പുകളുണ്ട്. പിന്നെ മിക്ക കമ്പനികളും ലോകോത്തര നിലവാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാണുന്ന BYDയുടെ ബാറ്ററിയാണ്. ഈവൻ മഹീന്ദ്രയുടെ ഈ അടുത്തിറങ്ങിയ B60ലും അതുപോലെ XUV9ലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന BYDയുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി വരുന്ന സെൽസ് ആണ്. അതുകൊണ്ട് ചൈന എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് ഇവർ ഇലക്ട്രിക് വാഹനങ്ങൾ ഏത് രാജ്യത്ത് ഇറക്കിയാലും അതെല്ലാം തന്നെ ഭയങ്കര ഹിറ്റാണ്. നമ്മുടെ ഈ പഴയ പ്രതാപം പറഞ്ഞ് നടക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ആ ഒരു പുരാണം വെച്ച് ഇപ്പോഴും പിടിച്ചേക്കുന്ന കമ്പനികൾ ഇലക്ട്രിക് വണ്ടികൾ ഇറക്കി സക്സസ്ഫുൾ ആകാൻ നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് കമ്പനികൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലും കാണാൻ സാധിക്കുന്നത്. പണ്ട് 2020 ടാറ്റ നമ്മുടെ നെക്സോൺ EV ആയിട്ട് വന്ന സമയത്ത് അഫോർഡബിൾ പ്രൈസ് പോയിന്റിൽ നല്ലൊരു EV എന്ന് പറഞ്ഞ് വേറെ വണ്ടികളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് MG അവരുടെ ZSEV കൊണ്ടുവന്ന്. അത് അത്യാവശ്യം ആ സമയത്ത് സക്സസ്ഫുൾ ആയി. കാരണം കുറച്ചും കൂടെ നെക്സോൺ EV ഒക്കെ പ്രീമിയം ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ടും കൂടുതൽ റേഞ്ച് ഓഫർ ചെയ്യുന്നൊരു വണ്ടിയായിട്ടാണ് ആ സമയത്ത് ആ വണ്ടി വന്നത്. അതിനുശേഷം പിന്നെ അവർ ടിയാഗോ EV കൊണ്ടുവന്നു. അതുപോലെ നമുക്കിപ്പോൾ കർവ് EV ഉണ്ട്, നെക്സോണിൻ്റെ തന്നെ ലോങ് റേഞ്ച് ഉണ്ട്, പിന്നെ പഞ്ച് EV അതുപോലെ ടിഗോർ EV തുടങ്ങിയ വണ്ടികൾക്ക് ഇപ്പോൾ ടാറ്റ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ MGയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അവർ ZSEV അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കൊമറ്റ് EV ഇറക്കി. പിന്നെ ഈ അടുത്തായിട്ട് വിൻസർ EV ഇറക്കി. ഈ പറഞ്ഞ കുറച്ച് ഇലക്ട്രിക് വണ്ടികൾ വെച്ച് MG ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു സെഗ്മെൻറ്റ് തന്നെ കീഴടക്കിയിരിക്കുകയാണ് എന്ന് പറയും. ടാറ്റയുടെ നമ്പർ 1 പൊസിഷനൊക്കെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസിൽ നിന്ന് പോയി. ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനി MG ആണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടി കാണുമെന്ന് എനിക്കറിയാം. കാരണം ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ MGക്ക് ടാറ്റയേക്കാൾ വണ്ടികൾ കുറവാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ. ടാറ്റയ്ക്ക് 4 വണ്ടികളുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ്. പക്ഷേ MGക്ക് അതേസമയം 3 വണ്ടികളേ ഉള്ളൂ. അതും ZSEV എന്ന് പറയുന്ന കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഈവൻ നമ്മൾ കൊമറ്റൊക്കെ നോക്കുകയാണെങ്കിലും വിൻസർ EV നോക്കുകയാണെങ്കിലാണ് ഇത്തിരി അഫോർഡബിൾ പ്രൈസ് പോയിന്റിൽ ഇരിക്കുന്നത്. ഇതിൽ വിൻസർ EV ആണ് കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഡിസ്ട്രപ്റ്റ് ചെയ്ത് എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ബാറ്ററി ആസ് എ സർവീസ് പ്ലാനുമായിട്ടൊക്കെ ആദ്യം വന്ന വണ്ടി ഇതാണ്. ആൻഡ് ആ ഒരു സംഭവം ശരിക്കും ഒരു നല്ല മാർക്കറ്റിംഗ് എക്സസൈസ് ആയിരുന്നു. ഈവൻ ദോ അധികം ആൾക്കാരൊന്നും ആ പ്ലാൻ ഓപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 9.99 lakhs പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് ഭയങ്കര വലിയൊരു സക്സസ് ഇവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. കാരണം അത് കണ്ടിട്ട് ആൾക്കാരൊക്കെ ഡീലർഷിപ്പിലോട്ട് പോയി കഴിയുമ്പോഴാണ് അവർക്ക് ഇങ്ങനത്തെ ഈ ബാറ്ററി ആസ് എ സർവീസിൻ്റെ ഒരു പരിപാടി മനസ്സിലാവുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തന്നെ ബാറ്ററി ഉള്ള വണ്ടി എടുക്കാൻ ജസ്റ്റ് 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ അടുത്ത് അഡീഷണൽ കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ അത് എടുക്കും. അങ്ങനെ അവരുടെ വണ്ടിക്ക് ഇപ്പോൾ എന്തായാലും നല്ല സെയിൽ കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് പൊക്കോണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനവും നമ്മുടെ വിൻസർ EV തന്നെയാണ്, നെക്സോൺ EV അല്ല.
വിൻസർ ഇവിയുടെ ആസറ്റ് സെയിൽ എടുക്കുകയാണെങ്കിലും 3800 യൂണിറ്റ്സിനടുത്താണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അത് വിറ്റുപോയത്. നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ എം ജിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ച് ടോട്ടൽ സെയിൽസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടാറ്റ ഒരു ഇത്തിരി കൂടുതലാണ്. 5500 വണ്ടികളെടുത്താണ് ടാറ്റ ഡിസംബർ മാസത്തിൽ ഇലക്ട്രിക് വണ്ടികൾ വിറ്റത്. പക്ഷേ നമ്പർ ഓഫ് വണ്ടികളും അതുപോലെ തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസും പിന്നെ എം ജിയുടെ നമ്പർ ഓഫ് വണ്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു വ്യത്യാസം കുറവാണ് എന്ന് തന്നെ പറയാം. അത് ഞാൻ എം ജിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ സെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് എന്തായാലും ആദ്യം ഇവരുടെ നോർമൽ സെയിൽസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിസംബർ 2024 എം ജിക്ക് ടോട്ടൽ ലഭിച്ച 7516 വാഹനങ്ങളുടെ സെയിലാണ്. ഇതിനെ നമ്മൾ 2023 ഡിസംബറിൽ വന്ന സെയിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 4840 വണ്ടികളുടെ സെയിലായിരുന്നു ആ സമയത്ത് വന്ന്. അതായത് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്ന 2676 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് 55.29% ആണ്. ഇനി നമ്മൾ നവംബർ 2024 അതായത് മന്ത് ഓൺ മന്ത് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 6019 വാഹനങ്ങളുടെ സെയിലാണ് നവംബർ മാസത്തിൽ എം ജിക്ക് ലഭിച്ചിരുന്നത്. അതായത് മന്ത് ഓൺ മന്ത് നോക്കുമ്പോൾ 1497 വാഹനങ്ങളുടെ വ്യത്യാസം 24.87% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ആയാലും ഇയർ ഓൺ ഇയർ ആയാലും എം ജിക്ക് ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതുവരെ ഇവർ വിറ്റിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്നതും കഴിഞ്ഞ മാസം ഡിസംബറിൽ തന്നെയാണ്. അതിൽ ഏറ്റവും മേജർ കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിൻസർ ഇ വി തന്നെയാണ്. കാരണം 3800 സെയിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവർ വിൽക്കുന്നതിൻ്റെ പകുതി വണ്ടികളും വിറ്റിരിക്കുന്ന വിൻസർ ഇ വി ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ഇവരുടെ ഇന്നത്തെ പോർട്ട്ഫോളിയോയിലുള്ള വണ്ടികളെല്ലാം കമ്പൈൻഡ് സെയിൽ വരുന്നത്. പിന്നെ ഇത് നമ്മൾ സ്പ്ലിറ്റ് സെയിൽസ് നോക്കുകയാണെങ്കിൽ 2024 ഡിസംബറിൽ ഇവർക്ക് ഐസ് വാഹനങ്ങൾ അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വാഹനങ്ങൾ 2254 യൂണിറ്റ്സും അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ 5262 യൂണിറ്റ്സുമാണ് ഇവർ ടോട്ടൽ വിറ്റിരിക്കുന്നത്. ഈ പറയുന്ന ഇലക്ട്രിക് വണ്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 വണ്ടികൾ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കറക്റ്റ് കണക്ക് കിട്ടി കാണും. ടാറ്റ വിറ്റത് 5500 വണ്ടികളെടുത്തും എം ജി വിറ്റത് 5262 വണ്ടികളാണ്. സോ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 300 വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ. അതത്ര വലിയ ഡിഫറൻസ് ഒന്നും അല്ല. ഈ വരും കാലങ്ങളിൽ തീർച്ചയായും എം ജിക്ക് ഈസി ആയിട്ട് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇനിയിപ്പം നമ്മുടെ JSW ഗ്രൂപ്പുമായിട്ടുള്ളൊരു കൊളാബറേഷന് ശേഷം ഇഷ്ടംപോലെ പ്ലാൻസ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ 6 മാസത്തിലും ഓരോ വണ്ടി വെച്ച് പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സൈബർ സ്റ്റാർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് വാഹനം എം ജി അവരുടെ സെലക്ട് എന്ന് പറഞ്ഞ ഡീലർഷിപ്പിന് അണ്ടറിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന ജാനുവരിയിൽ തന്നെ, അതായത് ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യേണ്ടതാണ്. ഭാരത് മൊബിലിറ്റി ഷോയിലൊക്കെ നമുക്ക് ആ വണ്ടി കാണാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം നല്ല ഫ്യൂച്ചർ ആസ്പിറേഷൻസ് ഉള്ളൊരു കമ്പനിയാണ് ഇന്നത്തെ കാലത്ത് എം ജി ഇന്ത്യയിൽ. ഈ ഒരു സാഹചര്യത്തിൽ ടാറ്റ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇ വി വാഹനങ്ങളുടെ സെഗ്മെൻറ്റ് തന്നെ കംപ്ലീറ്റ് അവരുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പം മഹീന്ദ്രയും പുതിയ ഇലക്ട്രിക് വണ്ടികളായിട്ട് വന്നു. എം ജി പിന്നെ ഓൾറെഡി അവർ കോമ്പറ്റീഷനിലുണ്ടല്ലോ. അതുകൊണ്ട് ടാറ്റയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് അങ്ങനെ ഇഷ്ടംപോലെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഉള്ള വണ്ടികൾ വിൽക്കുന്ന കമ്പനികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ 70% ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവർ കഴിഞ്ഞ മാസം വിറ്റിരിക്കുന്നത്. 30% മാത്രമേ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടികൾ വിറ്റിട്ടുള്ളൂ. ആ ഒരു റേഷ്യോ ഉള്ള വേറൊരു കമ്പനിയും ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ഇവർ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇ വി ഓൺലി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കും. പക്ഷേ അതല്ലാതെ ഇത് രണ്ടും കൂടെ വിൽക്കുന്ന കമ്പനികളിൽ ഇത്രയും ഹൈ പെർസെൻറ്റേജ് ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന എം ജി മാത്രമാണ്. എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ എം ജി മോട്ടോർ ഇന്ത്യയുടെ സെയിൽസ് അനാലിസിസ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വണ്ടിക്ക് ഏതെങ്കിലും നല്ല ആക്സസറീസ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.